തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചത് ചെങ്കോട്ടുകോണം സ്വദേശിനി സരിത. സുഹൃത്ത് ബിനു പൊള്ളലേറ്റ് ചികിത്സയിൽ. ഇസ്രായേൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. മരിച്ചത് കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വൽ. ആക്രമണത്തിൽ 2 മലയാളികൾക്ക് പരിക്കേറ്റു. കോതമംഗലത്തെ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസ് നേതാക്കളുടെ ഉപവാസം തുടരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പോലീസിന്റെ ശ്രമമെന്ന് മാത്യു കുഴൽനാടൻ. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവികാരം സംസ്ഥാനത്ത് ഉടലെടുത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു. അതിൽ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ നിലയിൽ പ്രവർത്തിച്ചതെന്നും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ വോട്ട് കച്ചവടം ഉറപ്പിച്ചെന്ന് കെ മുരളീധരൻ. കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ CPM സാഹചര്യമൊരുക്കുന്നുവെന്നും ആരോപണം. തൃശൂരിൽ ആരോഗ്യകരമായ മത്സരമെന്ന് സുരേഷ് ഗോപി. വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമോ എന്ന് നേതൃത്വം തീരുമാനിക്കും. ലൂർദ് പള്ളിയിലെ കിരീടം തന്റെയും കുടുംബത്തിന്റെയും ഹൃദയ നേർച്ചയാണെന്നും പ്രതികരണം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 560 രൂപയുടെ വർധന. 1 പവൻ സ്വർണത്തിന്റെ വില 47,560 രൂപയിലെത്തി. ഗ്രാമിന് 5,945 രൂപ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങുന്നു. ക്വാർട്ടറിൽ എതിരാളികൾ മിസോറാം. മത്സരം വൈകിട്ട് 7-ന് അരുണാചലിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ.